ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു കിടിലൻ മൈൻഡ് ബെൻഡിങ് സിനിമയാണ്. അതായത് നമ്മളിപ്പോൾ ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമകൾ ഡാർക്ക് ട്രയാങ്കിളൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അതേ ഫീലാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നത്. ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും വെച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ടുകളും ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അതെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സിനിമയുടെ തുടക്കം കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടാണ് പോകുന്നതെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ വേറൊരു റേഞ്ചിലോട്ടാവും. സോ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഷാഡോലേക്ക് എന്നാണ് സിനിമയുടെ പേര്. സോ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു ആക്സിഡൻ്റ് ആണ്. ഒരു ബ്രിഡ്ജിൽ നിന്ന് ഒരു കാർ ആക്സിഡൻ്റായി ഒരു ലേക്കിലേക്ക് വീഴുവാണ്. തുടർന്ന് ആ കാറിനകത്തുള്ള ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ഇവനാണ് പാരിസ്. ഇവൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ഇവൻ്റെ അമ്മയാണ്. പാരിസ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് അവൻ്റെ അമ്മയ്ക്ക് സീഷർ വരുന്നത്. അവൻ പുള്ളിക്കാരുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ വലിയ ചൂരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പറ്റുന്നില്ല. ഒടുവിൽ വേറെ വഴിയൊന്നും ഇല്ലാതെ അവൻ നീന്തി മുകളിലെത്തുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ അമ്മ മരിച്ചിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമുക്ക് പാരീസിനെ കാണാൻ പറ്റും. അവനിപ്പോൾ കാഡോ ലേക്ക് എന്ന് പറയുന്ന ലേക്കിൽ പൈപ്പൊക്കെ കണ്ടുപിടിച്ച് അത് റിമൂവ് ചെയ്യുന്ന ഒരാളാണ്. അടുത്തൊരു ഷോട്ടിൽ നമുക്ക് ആ ഒരു കാഡോ ലേക്കിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റും. അതിൻ്റെ അടുത്തൊരു ഡാമും ഉണ്ട്. ഭയങ്കര അധികം വാസ്റ്റായിട്ടുള്ള നാച്ചുറലി ഫോമായ ഒരു ലേക്കാണിത്. പിന്നീട് പാരീസിനെയും അവൻ്റെ അച്ഛനായ ബെന്നിനെയും കാണാൻ പറ്റും. ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം പാരീസ് ആളാകെ മാറി. തൻ്റെ അമ്മയെ തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം കാരണം ഡിപ്രഷനിലായിരിക്കുവാണ് പാരീസ്. ഇത് കാരണം അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോലും പോകുന്നില്ല. അവൻ്റെ അച്ഛൻ അവനെ നല്ലപോലെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവനെ അതിന് സമ്മതിക്കുന്നില്ല. എല്ലാ ദിവസവും അവൻ ആ നാടിൻ്റെ അതിർത്തി വരെ വന്നിട്ട് അവൻ്റെ അച്ഛനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അങ്ങനെ ഒരു ദിവസം പുള്ളിയെ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണുന്നു. പക്ഷെ അവളോട് പോലും അവൻ ഒന്നും സംസാരിക്കാതെ തിരിച്ചു പോവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മറ്റ് രണ്ടുപേരെയാണ്. ഇവളാണ് ആലി, ആ ചെറിയ കുട്ടിയാണ് ആന. ഇവർ രണ്ടുപേരും സ്റ്റെപ്പ് സിസ്റ്റേഴ്സാണ്. അവിടെ ആന പറയുന്നുണ്ട് അവൾ ഇവിടെ ചെന്നായ്ക്കളെ കണ്ടെന്നൊക്കെ. പക്ഷെ ആലി അതൊന്നും വലിയ മൈൻഡ് ആക്കുന്നില്ല. കാരണം ഒരു ലേക്കിലൊക്കെ ചെന്നായ്ക്കൾ വരാൻ ഒട്ടും ചാൻസ് ഇല്ലെന്ന് അവൾക്കറിയാം. അങ്ങനെ അവർ രണ്ടുപേരും ഇവരുടെ വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് കുറച്ച് കുട്ടികൾ ഒരു ചത്ത മുതലയെ വെച്ച് കളിക്കുന്നത് കണ്ടു. അതിൻ്റെ പകുതി ഭാഗം വളരെ പെർഫെക്റ്റ് ആയിട്ട് ആരോ മുറിച്ചു മാറ്റിയതുപോലെ ഉണ്ടായിരുന്നു. തുടർന്ന് ആ പിള്ളേർ അത് വെച്ച് കളിക്കാതിരിക്കാൻ എലി അതിനെ എടുത്ത് ആ ലേക്കിലേക്ക് എറിയുന്നു. പിന്നീട് നമ്മൾ പാരീസിനെ കാണുന്നുണ്ട്. അവൻ്റെ അമ്മയുടെ മരണത്തെ തുടർന്ന് അവന് ഒരുപാട് സംശയങ്ങളുണ്ട്. അതെല്ലാം പുള്ളിക്കാരിയെ ചികിത്സിച്ച് ഡോക്ടറിനോട് ചോദിച്ചറിയാൻ നോക്കുവാണ് അവൻ. അവൻ്റെ കയ്യിൽ അവൻ്റെ അച്ഛൻ്റെ ഒരു നോട്ടും ഉണ്ട്. അതിനകത്ത് അവൻ്റെ അമ്മയ്ക്ക് ഏതൊക്കെ വർഷങ്ങളാണ് സീഷർ വന്നിട്ടുള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. സോ ആ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുൻപ് ഏകദേശം 6 വർഷത്തോളം പുള്ളിക്കാരിക്ക് സീഷർ ഒന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഇങ്ങനെ സീഷർ വരുന്നവർക്ക് ചെവിയിൽ കൂടെ രക്തമൊന്നും വരാറില്ല. പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് അത് വന്നു. സോ അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടർ അത് വേറെ സീഷർ മാത്രമായിരുന്നു, വേറെ ഒന്നുമില്ല, നീ വെറുതെ ഓവർ തിങ്ക് ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. ഇത് കഴിഞ്ഞ് പാരീസ് തിരിച്ചു വരുമ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പഴയതുപോലെ അടുക്കാൻ തുടങ്ങി. ഈ സമയം നമ്മുടെ എലിയുടെ ഫാമിലിയെ കാണിക്കുന്നുണ്ട്. ഇയാളാണ് ഡാനിയൽ, നമ്മുടെ കുട്ടിയായിട്ടുള്ള ആനയുടെ അച്ഛൻ. ഇത് എസ്റ്റൽ, എല്ലിയുടെ അമ്മ. ഈ എസ്റ്റലും ഡാനിയലും കല്യാണം കഴിച്ചതുകൊണ്ടാണ് എല്ലിയും ആനയും സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആയത്. എനിവേ, നമ്മുടെ എലിക്ക് അവിടെയുള്ള ആരെയും തീരെ ഇഷ്ടമല്ല. കാരണം അവരൊന്നും അവളുടെ റിയൽ ഫാമിലി അല്ലാത്തത് കൊണ്ടാണ്. ഇതും പറഞ്ഞ് അവളും അവളുടെ അമ്മയും സ്ഥിരം വഴക്കാണ്. ആ കുടുംബത്തിലെ എലിക്ക് ആകെ ഇഷ്ടമുള്ളത് ആനയോട് മാത്രമാണ്. അവിടെ വെച്ച് ആനയുടെ പല്ല് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആന കുറച്ച് പ്രത്യേകതരം പൂമ്പാറ്റകളെ കാണിക്കുന്നുണ്ട്. ഇത് സാധാരണ പൂമ്പാറ്റകളല്ല, ഇതൊക്കെ എക്സ്റ്റിൻ്റ് ആയിപ്പോയ പൂമ്പാറ്റകളാണ്. നിനക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഡാനിയൽ ചോദിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ സിനിമയിൽ പറയുന്ന കൺസെപ്റ്റ് ഏതാണെന്ന് മനസ്സിലായി കാണും. എനിവേ, അടുത്തൊരു സീനിൽ എലി അവളുടെ അമ്മയുടെ അടുത്ത് സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവളുടെ റിയൽ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നു. പക്ഷെ സെലസ്റ്റി, നിന്റെ ഇപ്പോഴത്തെ അച്ഛൻ ഡാനിയലാണ്, അതുകൊണ്ട് പുള്ളിയുടെ സൈൻ മാത്രമേ നിനക്ക് ആവശ്യമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആരും കാണാതെ എലി ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് തിരയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആന സെലസ്റ്റിയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഒരു മാല കാണിക്കുന്നുണ്ട്. ഈ മാല ഒന്ന് നോക്കി വെച്ചേക്കുക, കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആകും. എനിവേ, പെട്ടെന്ന് സെലസ്റ്റി ആ മുറിയിലേക്ക് വരികയും എലി ഡെത്ത് സർട്ടിഫിക്കറ്റ് തപ്പുന്നത് കാണുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു വാക്കുതർക്കം തന്നെ ഉണ്ടാകുന്നു. തുടർന്ന് എലി അവിടെ നിന്നും ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങി പോകുന്നു. ആന പുറകിൽ നിന്ന് ഒരുപാട് വട്ടം പോവല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും മൈൻഡാക്കാതെ അവിടെ നിന്നും പോവുകയാണ്. പോകുന്ന വഴിക്ക് അവൾ ലേക്കിൽ നിന്നും ഒരു പ്രത്യേക ഭീതിപ്പെടുത്തുന്ന സൗണ്ട് കേൾക്കുന്നു.
ഇതേ സമയം നമ്മുടെ പാരിസ് അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് ബൈയൊക്കെ പറഞ്ഞിട്ട് നിൽക്കുവാണ്. പെട്ടെന്ന് അവനും ലേക്കിൻ്റെ അടുത്ത് നിന്നൊരു സെയിം സൗണ്ട് കേൾക്കുന്നു. പക്ഷെ അവൻ അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പക്ഷെ നമ്മുടെ എല്ലിയാകട്ടെ ഒരു കാര്യം കാണുന്നു. കുറച്ച് ചെന്നായ്ക്കൾ അവിടെ നിൽക്കുന്നു. കുറച്ചു മുമ്പ് ആന പറഞ്ഞപ്പോൾ അവൾ ഒട്ടും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോൾ അവളത് നേരിട്ട് കണ്ടു. തുടർന്ന് അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ രാത്രി സ്റ്റേ ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവൾക്കൊരു ഫോൺ കോൾ വരുവാണ്. ആനയെ കാണുന്നില്ല. ഇത് കേട്ട ഉടനെ തന്നെ അവൾ അവളുടെ ബോട്ടും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ആ ബോട്ട് പാർക്ക് ചെയ്തിട്ട് അവൾ അകത്തേക്ക് കയറുന്നു. അവിടെ എസ്റ്റലും ഡാനിയലും എല്ലാം പാനിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ്. ആനയെ മാത്രമല്ല അവരുടെ ഒരു ബോട്ടും മിസ്സായിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രാത്രി എലി വഴക്കുണ്ടാക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ ആ ബോട്ടും കൊണ്ട് ആന പുറകെ പോയതാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എനിവേ ഇപ്പോൾ അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരു ബോട്ട് അത്യാവശ്യമാണ്. അപ്പോൾ എലി ഇപ്പോൾ കൊണ്ടുവന്ന ആ ബോട്ടിൽ പോകാമെന്ന് പറയുന്നു. തുടർന്ന് അവർ ആ ബോട്ട് പാർക്ക് ചെയ്തിടത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആ ബോട്ട് കാണാനില്ല. എലിയാണെങ്കിൽ ഞെട്ടിയിരിക്കുവാണ്. താൻ ഇപ്പോൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത ബോട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാതായിരിക്കുന്നു. ഇതേ സമയം നമ്മുടെ പാരിസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പൈപ്പ് മുറിച്ചു മാറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ അറ്റം മുറിച്ചു മാറ്റാൻ പാരിസ് പോകുന്നു. ബോട്ട് പോകാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് അവൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കുന്നു. പക്ഷെ അവൻ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനൊരു കാലെടുത്ത് മുന്നോട്ട് വെച്ചപ്പോഴേക്കും പെട്ടെന്നൊരു നീല കളർ വരുന്നു. തുടർന്ന് അവൻ്റെ ചെവിയും അടയുന്നു. ഇതെന്താണ് സംഭവം എന്നറിയാതെ പേടിച്ച് വിറച്ചതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ആ നീല കളർ പോവുകയും അവൻ്റെ ചെവിയുടെ കേൾവിശക്തി തിരിച്ചു വരികയും ചെയ്യുന്നു. അതായത് മറ്റേതോ സ്ഥലത്ത് എത്തിയ ഫീലായിരുന്നു അവന് മുന്നോട്ട് കാല് വെച്ചപ്പോൾ കിട്ടിയത്. പിന്നീട് തിരിച്ചു നടന്നപ്പോൾ അവന് പഴയ പോലെ ആവുകയും ചെയ്തു. പക്ഷെ അപ്പോഴാണ് അവന് ശ്രദ്ധിക്കുന്നത്, അതായത് അവൻ്റെ കൈ നല്ലപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതും കൂടാതെ അവൻ്റെ ചെവിയിൽ നിന്ന് രക്തവും വരുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ? യെസ്, പാരീസിൻ്റെ അമ്മയ്ക്കും ഇത് തന്നെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ സംഭവിച്ചത്. പെട്ടെന്ന് അവൻ്റെ കൂടെയുള്ള ആൾ അവനെ വിളിച്ചു. അവൻ ചെന്ന് നോക്കിയപ്പോൾ അവരുടെ ബോട്ട് സ്റ്റക്കായി നിൽക്കുവാണ്. അവനത് മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. അവനിപ്പോൾ ഒരു സാധനം കിട്ടുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ആന സെലസ്റ്റിയുടെ മുറിയിൽ നിന്നെടുത്ത അതേ നെക്ലേസ്. ആ നെക്ലേസ് കണ്ടപ്പോൾ അവനത് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന ഫീലിംഗ് വരുന്നു. തുടർന്ന് അവനതെടുത്ത് പോക്കറ്റിലിടുവാണ്. ഈ സമയം നമ്മുടെ എലിയുടെ വീട്ടിൽ പോലീസ് എത്തി ആനയെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിക്കുവാണ്. അവൾ ഏത് ഡ്രസ്സാണ് ഇട്ടത്, ഡ്രസ്സിൻ്റെ കളർ എന്താണ് എന്നൊക്കെ. ഈ സമയം എലി പറയുന്നുണ്ട് അവളുടെ ഫ്രണ്ടിൽ ഒരു പല്ല് പോയിട്ടുണ്ട് എന്ന്. അവരതും നോട്ട് ചെയ്യുന്നു. അടുത്തൊരു സീനിൽ പാരീസിനെ കാണിക്കുന്നുണ്ട്. അവനവൻ്റെ അമ്മയുടെ സാധനങ്ങളൊക്കെ ഉള്ളൊരു പെട്ടി സെർച്ച് ചെയ്യുവാണ്. അപ്പോൾ അതിൽ നിന്നും അവന് നേരത്തെ കിട്ടിയ സെയിം നെക്ലേസ് പോലെയുള്ളൊരു നെക്ലേസ് കിട്ടുന്നു. അടുത്ത സീനിൽ എലിയും പോലീസുകാരും എല്ലാം ആനയെ അന്വേഷിക്കുന്നത് കാണാം. ബോട്ടും ഹെലികോപ്റ്ററും ഒക്കെ വെച്ചാണ് അവർ അന്വേഷിക്കുന്നത്. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോലീസുകാർ ആനയുടെ ബോട്ട് കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എലി പറയുന്നുണ്ട് ആ ബോട്ടിൽ ഒരു ഓറഞ്ച് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല എന്ന്. ഈ സമയം നമ്മുടെ പാരീസ് അവന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് പറയുവാണ്. പക്ഷെ അവൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. തൻ്റെ അമ്മയോടുള്ള ഒബ്സഷൻ കാരണം അവൻ ഓരോന്ന് ചെയ്യുന്നതായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. പക്ഷെ പാരീസിന് അവിടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൻ ആ ലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവനൊരു കാര്യം മനസ്സിലാകുന്നു. അതായത് 1993 തൻ്റെ അമ്മയ്ക്ക് സീഷർ ഉണ്ടായ ഡേറ്റ് നോക്കുന്നു. അതേ ഡേറ്റിൽ ആ ലേക്കിലെ വാട്ടർ ലെവൽ കുറവായിരുന്നു. ആൻഡ് 1997 ഇതുപോലെ തന്നെയായിരുന്നു. എന്നൊക്കെയാണോ പാരീസിൻ്റെ അമ്മയ്ക്ക് സീഷർ ഉണ്ടായത്, അന്നെല്ലാം ആ ലേക്കിൻ്റെ വാട്ടർ ലെവൽ ലോ ആയിരുന്നു. ഇപ്പോൾ പാരീസിന് അതേ സീഷർ ഉണ്ടായപ്പോഴും അവിടുത്തെ വാട്ടർ ലെവൽ ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയ്ക്ക് വരുന്ന സീഷറും ഈ ലേക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവന് മനസ്സിലായി. ഇതെല്ലാം തന്നെ അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഒടുവിൽ അവൻ ഒറ്റയ്ക്ക് ആ ലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നു. ഇതേ സമയം നമ്മുടെ എലിയോട് പോലീസ് പറയുകയാണ് ഒരു സ്ഥലത്ത് മാത്രമാണ് അവർ ആനയെ സെർച്ച് ചെയ്യാത്തതെന്ന്. അവിടെ വാട്ടർ ലെവൽ ലോ ആയതുകൊണ്ട് ബോട്ടൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചുനാൾ കഴിഞ്ഞിട്ട് അവിടേക്ക് പോകാമെന്ന് പറയുന്നു. പക്ഷേ എലി അവിടെ തർക്കിക്കുവാണ്. അത്രയും നാൾ കഴിഞ്ഞ ആനയ്ക്ക് എന്ത് സംഭവിക്കും, ആന തീർച്ചയായിട്ടും ആ ഒരു സ്ഥലത്ത് കാണുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. പിന്നീട് എലി സെലസ്റ്റിയെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എലിയുടെ അച്ഛനും ഇതേപോലെ ഒരു ദിവസം മിസ്സായതാണ്. പിന്നീട് പുള്ളി തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ആന അങ്ങനെ ആവില്ല, അവൾ തിരിച്ചു വരുമെന്ന് എലി പറയുന്നു. അപ്പോൾ സെലസ്റ്റി പറയുവാണ് നിൻ്റെ അച്ഛൻ മിസ്സിങ് ആയതല്ല, അയാൾ എന്നെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയതാണെന്ന്. നീ കുട്ടിയായിരുന്നപ്പോൾ ആ പെണ്ണിനെ ഞാൻ കണ്ടതാണ്. അവൾ എന്നെ അറ്റാക്ക് ചെയ്തു. പക്ഷെ ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞിരുന്നു നീ അയാളുടെ മോളാണെന്ന്. നിന്നെങ്കിലും കാണാൻ അയാൾ തിരിച്ചു വരുമെന്ന് കരുതി. പക്ഷെ അയാൾ വന്നില്ല. ഇതെല്ലാം കേട്ട് ഭ്രാന്ത് പിടിച്ച് എലി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. താൻ ഇത്രയും നാൾ വിചാരിച്ച പോലെ തൻ്റെ അച്ഛൻ മിസ്സായതല്ല, തന്നെ ഉപേക്ഷിച്ചു പോയതാണെന്ന് അവൾ അറിഞ്ഞതോടെ അവളൊരു ബോട്ടും എടുത്തുകൊണ്ട് ഇറങ്ങുന്നു. എങ്ങോട്ടാണെന്നല്ലേ? ആ പോലീസുകാരൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക്. അവിടെ പോയി ആനയെ തിരിച്ചു കൊണ്ടുവരണം, അതാണ് അവളുടെ പ്ലാൻ. അങ്ങനെ പാരീസും എലിയും ഒറ്റയ്ക്ക് ആ ലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴേക്ക് രാത്രിയായിരുന്നു.
എലി ആ ഒരു സ്ഥലത്തെത്തുന്നു. പെട്ടെന്ന് അവിടെ പോലീസ് വരുന്നത് അവൾ കണ്ടു. പോലീസ് തന്നെ കണ്ടാൽ തീർച്ചയായും തിരിച്ചു കൊണ്ടുപോകുന്ന അവൾക്കറിയാം. സോ അവൾ ഓടി ഒളിക്കാൻ നോക്കുന്നു. പെട്ടെന്ന് അവിടെ ഒരു നീല വെളിച്ചം വരികയും അവളുടെ ചെവി അടയുകയും ചെയ്യുന്നു. അതെ, നേരത്തെ പാരീസിന് സംഭവിച്ച അതേ കാര്യം തന്നെ. പക്ഷെ പാരീസ് പേടിച്ച് പിന്നോട്ട് പോയെങ്കിൽ എലി നേരെ മുന്നോട്ടാണ് പോയത്. പെട്ടെന്ന് അവിടെ പോലീസ് ഒന്നുമില്ല. തൻ്റെ പുറകെ വന്ന ഹെലികോപ്റ്ററും ബോട്ടും ഒന്നും അവിടെ കാണുന്നില്ല. അവൾ വേറൊരു സ്ഥലത്ത് എത്തിയ പോലെയായിരുന്നു. തുടർന്ന് അവൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒടുവിൽ രാവിലെ ആയപ്പോൾ അവളൊരു ബോട്ട് കണ്ടു. അതിൽ കയറി അവൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴാണ് അവിടെ ഉള്ളവരെല്ലാം പാനിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എസ്റ്റലാണെങ്കിൽ ഫോണിൽ ആരോടൊക്കെയോ ആനയെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എലി ഈ സമയം കണ്ണാടിയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഒരു സംഭവം കാണുന്നത്. അതായത് എലി തന്നെ അവളുടെ ബോട്ട് പാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് കിളി പോയ ഫീല് കിട്ടിക്കാണും. സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇത് ബേസിക്കലി ടൈം ട്രാവലാണ്. ആ ഒരു ലേക്കിലെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു വോം ഹോൾ അല്ലെങ്കിൽ ഒരു ടൈം ട്രാവൽ പോർട്ടലുണ്ട്. ആ ഒരു പോർട്ടലിൽ കയറി എലി ഇപ്പോൾ പാസ്റ്റിലാണുള്ളത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആനയെ മിസ്സായ ആ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിലേക്കാണ് എലി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എലി ഇപ്പോൾ കണ്ടത് പാസ്റ്റിലുള്ള എലിയെയാണ്. എലി ഇത് കണ്ടതോടെ ഒരുമാതിരി സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. എന്ത് ചെയ്യണോ, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ പാനിക്കായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട എലി ഉണ്ടല്ലോ, അവൾ കൊണ്ട് പാർക്ക് ചെയ്ത ബോട്ട് നമ്മുടെ ഈ എലി എടുത്തുകൊണ്ട് പോവുകയാണ്. യെസ്, നമ്മൾ കുറച്ചു മുമ്പ് ഒരു സീനിൽ എലി പാർക്ക് ചെയ്ത ബോട്ട് ആരോ എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നത് കണ്ടതാണ്. അത് വേറെ ആരും അല്ല എടുത്തത്, എലി തന്നെയാണ്. അതായത് ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിലോട്ട് വന്ന എലിയാണ് ആ ബോട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അതുമാത്രമല്ല, ഈ സമയം അവൾക്ക് സീഷറും വരുന്നുണ്ടായിരുന്നു. നേരത്തെ പാരീസിന് വന്ന അതേ സീഷർ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ കിളി പറക്കുന്നുണ്ടെങ്കിൽ ഇനിയാണ് ശരിക്കും കിളി പറക്കാൻ പോകുന്നത്. അതായത് അടുത്തൊരു സീനിൽ എലിയും പാരീസും ബോട്ടിൽ പോകുന്നത് കാണാം. രണ്ടുപേരും സെയിം സ്ഥലത്താണുള്ളത്. അവിടെ ഒരു ബ്രിഡ്ജും കാണാം. പക്ഷേ എലിയുടെ സ്ഥലത്ത് ആ ബ്രിഡ്ജ് പൊളിഞ്ഞു കിടക്കുവാണ്. എന്നാൽ പാരീസിൻ്റെ സ്ഥലത്ത് ആ ബ്രിഡ്ജ് നേരെ കിടക്കുവാണ്. മാത്രമല്ല രണ്ടുപേരുടെയും ക്ലൈമറ്റും ഡിഫറൻ്റ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും രണ്ട് ടൈം ലൈനിലാണുള്ളത്. അതായത് നമ്മൾ ഇതുവരെ കണ്ട എലിയുടെ സ്റ്റോറി എല്ലാം നടക്കുന്നത് 2022 പക്ഷെ നമ്മൾ ഇതുവരെ കണ്ട പാരീസും അവൻ്റെ ചുറ്റും സംഭവിച്ച കാര്യങ്ങളൊക്കെ നടന്നത് 2003 എന്തൊരു ട്വിസ്റ്റാണല്ലേ. എനിവേ, ഇവർ രണ്ടുപേരും നേരെ പോകുന്നത് ആ ടൈം ട്രാവൽ പോർട്ടലുള്ള സ്ഥലത്തേക്കാണ്. എലി അവിടെ ചെന്നിട്ട് ആന നീ എവിടെയാ എന്നൊക്കെ ഉറക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം പാരീസ് കേൾക്കുന്നുമുണ്ട്. കാരണം ആ പോർട്ടൽ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പല പല ടൈം ലൈനിലുള്ള ശബ്ദങ്ങൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റും. അങ്ങനെ അവർ നടന്ന് മുന്നോട്ട് പോയി. പാരീസ് അങ്ങനെ ആ പോർട്ടലിൻ്റെ അടുത്തേക്ക് കയറുന്നു. നേരത്തെ അവനുണ്ടായ അതേ ഫീലാണ് ഇപ്പോഴും ഉണ്ടാവുന്നത്. പക്ഷെ നേരത്തെ അവൻ ആ പോർട്ടലിൽ കയറിയിട്ട് തിരിച്ച് പിന്നിലോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അവൻ ധൈര്യം സംഭരിച്ച് മുന്നിലേക്ക് പോകുന്നു. അങ്ങനെ അവൻ വേറൊരു ടൈമിലേക്ക് എത്തുന്നു. പാരീസ് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് രാത്രിയാണെങ്കിൽ ഇവിടെ രാവിലെയാണ്. ഇതൊക്കെ കണ്ട് വണ്ടറടിച്ചിരിക്കുവാണ് അവൻ. ആൻഡ് ഇതേ സമയം നമ്മുടെ എലി പിന്നെയും പോർട്ടലിൽ കയറി വേറൊരു ടൈമിലെത്തുന്നുണ്ട്. പക്ഷെ ഇത്തവണ അവൾ ആനയെ കണ്ടെത്തുന്നുണ്ട്. അവളൊരു ബോട്ടിൽ സ്റ്റക്കായിട്ട് ഇരിക്കുവാണ്. ആന എലിയെ കണ്ടപ്പോൾ അവൾ ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുവാണ്, നീ എന്തിനാ വീട്ടിൽ വഴക്കുണ്ടാക്കി പ്ലേറ്റൊക്കെ തല്ലി പൊട്ടിച്ചതെന്ന്. ഇത് കേട്ട എലി പറയുവാണ്, അതൊക്കെ 1 മാസം മുൻപ് സംഭവിച്ച കാര്യങ്ങളല്ലേ, അതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നതെന്ന്. അതായത് നമ്മൾ നേരത്തെ എലി വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നത് കണ്ടതാണ്. ഇതിനു മുൻപും അവൾ ഇതുപോലെ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇറങ്ങിപ്പോയ കാര്യമാണ് ആന പറയുന്നത്. അങ്ങനെ എലി ഇറങ്ങിപ്പോയപ്പോൾ അവളെ ഫോളോ ചെയ്ത് വന്ന ആനയാണിത്. എലിക്കത് 1 മാസം മുൻപ് സംഭവിച്ച കാര്യമാണെങ്കിൽ ഈ ആനയ്ക്കത് സംഭവിച്ചത് 1 ദിവസം മുന്നെയാണ്. അത് മാത്രമല്ല എലി ഈ ആനയുടെ പല്ല് നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ എല്ലാ പല്ലും കൃത്യമായിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു സീനിൽ ആനയുടെ പല്ല് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് കണ്ടപ്പോഴേ എലിക്ക് മനസ്സിലായി താൻ അന്വേഷിക്കുന്ന തൻ്റെ ടൈം ലൈനിലുള്ള ആന ഇതല്ലെന്ന്. ഇത് 1 മാസം മുന്നേ ഉള്ള ടൈമിലുള്ള ആനയാണ്. പക്ഷെ എന്തായാലും എലി അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ എല്ലാവരും എലിയെ പ്ലേറ്റ് തല്ലിപ്പൊട്ടിച്ചതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ടൈമിൽ എലി ഡാനിയലിനോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഞാൻ ഇനിയും ഇവിടെ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോകും. അപ്പോഴും ആന എന്നെ ഫോളോ ചെയ്ത് പുറകെ വരാൻ നോക്കും. പക്ഷെ അവളെ അതിന് അനുവദിക്കരുതെന്ന്. കാരണം അങ്ങനെ വന്ന ആനയാണ് മിസ്സായത്. ആ ആനയാണ് ഇപ്പോൾ എലി അന്വേഷിക്കുന്നതും. ഇതും പറഞ്ഞ് എലി പിന്നെയും പോകുവാണ് താൻ അന്വേഷിക്കുന്ന തൻ്റെ ടൈം ലൈനിലുള്ള ആനയെ തേടി. പക്ഷേ ആ ആനയെ മറ്റൊരാൾ കണ്ടെത്തുന്നുണ്ട്. ആരാണെന്നല്ലേ, വേറെ ആരുമല്ല, നമ്മുടെ പാരീസ്. യെസ്, പാരീസ് ഇപ്പോൾ കയറി വന്ന ടൈം ലൈനിൽ ഒരു മരക്കൊമ്പ് കുത്തിക്കയറി ബോധം കെട്ട് കിടക്കുവാണ് ആന. അതായത് നമ്മൾ തുടക്കത്തിലൊക്കെ കണ്ട എലി ഇപ്പോൾ അന്വേഷിക്കുന്ന ശരിക്കുമുള്ള 2022 ആന ഇപ്പോൾ പാരീസിൻ്റെ കൂടെയാണുള്ളത്. പാരീസ് തൻ്റെ തുണിയെടുത്ത് അവളുടെ മുറിവിൽ വെക്കുന്നു.
എന്നിട്ട് അവളെ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുവാണ്. പക്ഷേ അവരിപ്പോൾ ഉള്ളത് മറ്റൊരു ടൈമിലാണ്. ആ ടൈമിൽ അവിടെ ലേക്ക് പോയിട്ടൊരു വെള്ളത്തുള്ളി പോലും ഇല്ല. മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡാം ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് കിളി പോയിരിക്കുവാണ് പാരീസ്. പെട്ടെന്ന് അവനവിടെ ഒരു വണ്ടിയും കുറച്ച് ആൾക്കാരെയും കാണുന്നു. അവരുടെ കയ്യിൽ ആനയെ ഏൽപ്പിച്ചിട്ട് ഇത് ഏതാണ് വർഷമെന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുവാണ് ഇത് 1952 ഇത് കേട്ട് ഞെട്ടിത്തരിക്കുകയാണ് പാരീസ്. കാരണം 2003 അവൻ 1952 ടൈം ട്രാവൽ ചെയ്ത് വന്നേക്കുവാണ്. അവനവിടെ നിന്നും ആ ഒരു ഡ്രൗട്ട് ഉണ്ടായ ടൈം എടുത്ത് നോക്കുമ്പോൾ അത് ഈ വർഷമാണെന്ന് അവൻ അറിയുന്നു. അങ്ങനെ അവൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. നമുക്കറിയാം പാരീസിൻ്റെ ജീവിതത്തിൽ അവൻ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളെന്ന്, അവൻ്റെ അമ്മയെ രക്ഷിക്കുക. അതായത് അവൻ ടൈം ട്രാവൽ ചെയ്ത് കറക്റ്റ് അവൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആവുന്ന ടൈമിലെത്തിയ അവന് പുള്ളിക്കാരിയെ സേവ് ചെയ്യാം. സോ അതാണ് അവൻ്റെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് അവൻ ആ ഒരു പോർട്ടലിലേക്ക് പിന്നെയും പോകുന്നു. ഈ സമയം നമ്മുടെ എലിയും ആ പോർട്ടലിൽ കയറാൻ പോകുകയാണ്. പക്ഷെ അവൾ ഇത്തവണ കറക്റ്റായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു കയറും കൊണ്ടാണ് പോകുന്നത്. അതായത് ആ കയറി പിടിച്ച് അവൾക്ക് തിരിച്ച് അവളുടെ സ്വന്തം ടൈം ലൈനിൽ എത്താൻ പറ്റും. ആന ഏതോ ഒരു ടൈം ലൈനിൽ സ്റ്റക്കായിട്ട് നിൽക്കുവാണെന്ന് എനിക്കറിയാം. അവളെ തിരിച്ചു കൊണ്ടുവരാനാണ് അവൾ പോകുന്നത്. ഈ ഒരു കയറ് നമ്മുടെ പാരീസും കാണുന്നുണ്ട്. അവനും അത് ഫോളോ ചെയ്ത് പോകുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും പിന്നെയും വേറെ ഏതോ ടൈം ലൈനിൽ എത്തുവാണ്. ആൻഡ് ഇങ്ങനെ ഈ പോർട്ടലിൽ കൂടി പോകുമ്പോഴെല്ലാം അവർക്ക് സീഷർ വരികയും ചെവിയിൽ കൂടെ ചോര വരികയും ചെയ്യുന്നുണ്ട്. ഇതേ എക്സാക്റ്റ് കാര്യമാണ് പാരീസിൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻറ്റ് ഉണ്ടായപ്പോഴും സംഭവിച്ചത്. എനിവേ നമ്മുടെ പാരീസ് എത്തിപ്പെട്ടത് ഫ്യൂച്ചറിലാണ്, അതായത് 2022. അതായത് നമ്മുടെ എലിയുടെ ഒറിജിനൽ ടൈം ലൈനിൽ. എന്നാൽ എലി ആകട്ടെ എത്തിപ്പെട്ടത് 2005, അതായത് നമ്മുടെ പാരീസിൻ്റെ ടൈം ലൈനിന് 2 വർഷങ്ങൾക്ക് ശേഷം. സോ ഇതുവരെ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇനിയാണ് നിങ്ങൾക്ക് ശരിക്കും കൺഫ്യൂഷനായി കിളി പറത്താൻ പോകുന്നത്. കാരണം അമ്മാതിരി കുറച്ച് ട്വിസ്റ്റുകളാണ് ഇനി വരാൻ പോകുന്നത്. സോ നമ്മുടെ പാരീസ് അവിടെ നിന്ന് നമ്മുടെ എലിയുടെ ബോട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അതിൽ കയറി അവൻ ആ ആക്സിഡൻ്റ് ഉണ്ടായ പാലത്തിലേക്ക് എത്തുവാണ്. പക്ഷെ അത് പൊളിഞ്ഞു കിടക്കുന്നത് അവൻ കാണുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലായി അവൻ എത്തിയത് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു ടൈമിലാണെന്ന്. അങ്ങനെ അവൻ തിരിച്ച് പോർട്ടലിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അവിടെ പോലീസ് വരുന്നത്. നമുക്കറിയാം 2022 ആന മിസ്സിംഗ് ആണെന്നും അവളെ അന്വേഷിച്ച് പോലീസ് നടക്കുന്നുണ്ടെന്നും. പാരീസിനെ കണ്ട് ബോട്ട് നിർത്താനൊക്കെ പോലീസ് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ അവൻ്റെ പ്ലാൻ ഒന്നും നടക്കില്ലെന്ന് അവനറിയാം. സോ അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുവാണ്. പക്ഷെ ബോട്ട് മറിഞ്ഞ് അവൻ പോലീസിൻ്റെ പിടിയിലാവുകയാണ്. ഈ സമയം നമ്മുടെ എലി 2005 വന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് ആനയുടെ ഫോട്ടോ കാണിച്ചിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ ഒരു സംഭവം കണ്ടു. ഒരു വണ്ടിയിൽ ആന കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ മാല തൂക്കിയിട്ടിരിക്കുന്നു. അവൾ ഓടിച്ചെന്ന് ആ കാറ് തുറന്നെടുക്കുന്നു. ഓക്കെ, ഇനിയാണ് ഈ സിനിമയിലെ തന്നെ ഏറ്റവും പീക്കായിട്ടുള്ള ട്വിസ്റ്റിലേക്ക് വരാൻ പോകുന്നത്. സോ ബി റെഡി. ആ മാല എടുക്കുന്നത് കണ്ട് ആ കാറിൻ്റെ ഓണർ അവളുടെ അടുത്തേക്ക് എത്തുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ പാരീസിൻ്റെ ഗേൾ ഫ്രണ്ടാണ്. അവളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, പാരീസിൻ്റെ കുട്ടി. അവർ രണ്ടുപേരും കൂടി ആ മാലയ്ക്ക് വേണ്ടിയിട്ട് അടിപിടി കൂടുകയാണ്. ഇത് എൻ്റെ അനിയത്തിയുടെ മാലയാ, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഇവിടെ എലി ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ പറയുവാണ് ഇതെൻ്റെ ഹസ്ബൻഡ് പാരീസിൻ്റെ അമ്മയായ ആന ലാങ്ങിൻ്റെ മാലയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ എലി ഞെട്ടിത്തരിക്കുവാണ്. കാരണം ആന ലാങ്ങിൻ്റെ ലാങ് എന്ന പേര് എലിയുടെ ഫാമിലി നെയിമാണ്. അതായത് എലിയുടെ ഫുൾ നെയിം എലി ലാങ് എന്നാണ്. അതും കൂടാഞ്ഞിട്ട് പാരീസിൻ്റെ ഗേൾ ഫ്രണ്ട് അവരുടെ മോളെ വിളിക്കുവാണ് എലി എന്ന്. സംഭവം മനസ്സിലായില്ലേ? അതായത് ആ ചെറിയ കുട്ടിയില്ലേ, ആ കുട്ടി മറ്റാരുമല്ല, നമ്മുടെ എലിയാണ്. ആൻഡ് പാരീസിൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അത് മറ്റാരുമല്ല, നമ്മുടെ എലിയുടെ അമ്മയായിട്ടുള്ള സെലസ്റ്റിയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരേ മുഖസാദൃശ്യമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിക്കാണും. സോ ചുരുക്കി പറഞ്ഞ നമ്മൾ ഇതുവരെ കണ്ട പാരീസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ മറ്റാരുമല്ല, അത് എലിയുടെ അച്ഛനാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതല്ലേ? സോ ഇവിടെ കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് ട്വിസ്റ്റുകൾ. സോ സെലസ്റ്റിയുടെ കയ്യിൽ പാരീസിൻ്റെ ഒരു മിസ്സിംഗ് പോസ്റ്റർ എലി കാണുന്നുണ്ട്. നമുക്കറിയാം 2003 പാരീസ് പോർട്ടലിൽ കയറിപ്പോയത്. ഇത് 2005. സോ 2 വർഷമായിട്ടും പാരീസ് തിരിച്ചു വന്നിട്ടില്ലെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് കണ്ടറിയാം. സോ സെലസ്റ്റി എലിയോട് നിനക്ക് പാരീസിനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അവൻ്റെ കുഞ്ഞാണ്, അവനോട് തിരിച്ച് ഞങ്ങളുടെ കൂടെ വരാൻ പറയണം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? യെസ്, നമ്മൾ ഇടയ്ക്ക് ഒരു സീനിൽ സെലസ്റ്റി എലിയോട് അവളുടെ അച്ഛൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പറഞ്ഞില്ലേ, ആ ഇവൻ്റാണിത്. അതായത് സെലസ്റ്റി അപ്പോൾ പറഞ്ഞ പെണ്ണ് എലി തന്നെയായിരുന്നു. എന്താ പറയുക, ഇതൊരു ലൂപ്പാണ്, ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ അതിനെപ്പറ്റി അധികം ചിന്തിക്കാത്തതാവും നല്ലത്. എനിവേ എലി അവിടെ നിന്നും ഓടിപ്പോയി ഒരു കടയിൽ കയറുന്നു. അവിടുത്തെ ഒരു കമ്പ്യൂട്ടറിൽ എലി ആനയുടെ പേര് സെർച്ച് ചെയ്യുന്നു.
അങ്ങനെ ആന എവിടെയായിരുന്നു എന്ന് അവൾ കണ്ടെത്തുന്നു. അതായത് അവൾ ഇപ്പോൾ 1952-ലാണുള്ളത്. നമ്മൾ പാരീസ് ആനയെ 1952-ൽ ഒരു വണ്ടിയിൽ കയറ്റി വിട്ടത് കണ്ടതാണ്. പിന്നീട് ആന ജീവിച്ചതും വളർന്നതും എല്ലാം അവിടെയാണ്. അങ്ങനെ അവൾ ബെൻ ലാങ്ങിനെ കല്യാണം കഴിക്കുന്നു. ഈ ബെൻ ലാങ് മറ്റാരുമല്ല, നമ്മുടെ പാരീസിൻ്റെ അച്ഛനാണ്. അങ്ങനെ ആന ബെനറ്റ് എന്ന പേര് മാറ്റി അവൾ ആന ലാങ് എന്ന പേരിൽ അറിയപ്പെട്ടു. സോ ബേസിക്കലി നമ്മൾ നേരത്തെ കണ്ട ആന എന്ന കൊച്ചു കുട്ടിയില്ലേ, അവളായിരുന്നു പാരീസിൻ്റെ അമ്മ. ആൻഡ് അവൾ 1999 നടന്ന നമ്മൾ ഫസ്റ്റ് കണ്ട കാർ ആക്സിഡൻറ്റിൽ മരിക്കുകയും ചെയ്തു. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആനയുടെ കൊച്ചുമകളാണ് എലി. ഞാൻ ഈ ഫാമിലി ട്രീ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഏറ്റവും ടോപ്പിലുള്ളത് ഡാനിയലാണ്. ഡാനിയലിൻ്റെ മകളാണ് ആന. ആൻഡ് ആനയുടെയും ബെൻ ലാങ്ങിൻ്റെയും മകനാണ് പാരീസ്. ആൻഡ് പാരീസിൻ്റെയും സെലസ്റ്റിയുടെയും മകളാണ് എലി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇതുവരെ ഈ സിനിമയിൽ കണ്ട മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ കണക്റ്റഡ് ആണ്. സോ ഇവിടെ വെച്ച് എലിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നു. ആൻഡ് അവൾ അവിടെ നിന്ന് 1952-ൽ സ്കൂളിൽ പഠിച്ച ആനയുടെ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പാരീസിനെയാണ്. അവനെ പോലീസുകാർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത്. കാരണം അവൻ ഇത്രയും ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് അവന് സീഷേഴ്സ് കൂടി വരുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് അവനൊരു ന്യൂസ് കേൾക്കുന്നു. അതായത് മഴ കൂടി വരുവാണ്, ഡാം പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ. അങ്ങനെ സംഭവിച്ച വാട്ടർ ലെവൽ കാഡോ ലേക്കിൽ കൂടും. അങ്ങനെ കൂടിയ ആ പോർട്ടൽ ക്ലോസ് ആവുകയും ചെയ്യും. വാട്ടർ ലെവൽ കുറഞ്ഞ് ഡ്രൗട്ട് ആകുന്ന സമയത്താണ് പോർട്ടൽ ഓപ്പൺ ആവുന്നതെന്ന് നമുക്കറിയാം. ഇത് 2022 പാരീസിന് പോകേണ്ടത് 1999 നടന്ന ആക്സിഡൻറ്റ് തടയാനാണ്. സോ എത്രയും പെട്ടെന്ന് പാരീസിന് പോർട്ടലിൽ കയറി തൻ്റെ അമ്മയെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് അവൻ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് എണ്ണീറ്റ് പോലീസുകാരെ അടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. അവിടെ വെച്ച് അവനൊരു ന്യൂസ് കാണുന്നു. അതായത് നമ്മുടെ കുട്ടിയായിട്ടുള്ള ആന ബെനറ്റിനെ കാണാനില്ല എന്ന ന്യൂസ്. തൻ്റെ അമ്മയുടെ ആദ്യ പേര് ആന ബെനറ്റ് എന്നാണെന്നും അത് പിന്നീട് കല്യാണം കഴിഞ്ഞ് ആന ലാങ് ആയതാണെന്നും അവനറിയാം. സോ അവൻ ഈ പോയിന്റ് മനസ്സിലാകുവാണ്, താൻ മുൻപ് രക്ഷിച്ച് 1952-ൽ എത്തിച്ചത് തൻ്റെ അമ്മ തന്നെയായിരുന്നുവെന്ന്. ആൻഡ് ആ ആശുപത്രിയിലെ ഒരു മുറിയിൽ വെച്ച് അവൻ അവൻ്റെ അച്ഛനായിട്ടുള്ള ബെൻ ലാങ്ങിനെ കാണുന്നുണ്ട്. അയാളാണെങ്കിൽ ഒട്ടും വയ്യാതെ കിടക്കുവാണ്. അവൻ നടന്ന കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് അയാളോട് പറയുന്നു. എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ പോർട്ടലിലുള്ള സ്ഥലത്തേക്ക് പോകുന്നു. വഴി വെച്ച് കണ്ട ഒരു കാറ് അവൻ തടഞ്ഞു നിർത്തി അവൻ എടുത്തുകൊണ്ട് പോകുന്നു. ആ കാറിലുണ്ടായിരുന്നതാണെങ്കിലോ നമ്മുടെ ഡാനിയലും സെലസ്റ്റിയും. സെലസ്റ്റി പാരീസിനെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അവൾ അവസാനമായിട്ട് അവനെ കണ്ടത് 2003-ലാണ്. സോ അവൻ ആ വണ്ടിയും കൊണ്ട് ലേക്കിലേക്ക് പോകുന്നു. പോലീസ് വളഞ്ഞപ്പോൾ അവൻ വെള്ളത്തിലേക്ക് ചാടുന്നു. തുടർന്ന് തൻ്റെ ടൈം ലൈനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അവൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ആ ഡാം പൊട്ടുന്നു. തുടർന്ന് ആ ഒരു ഒഴുക്കിപ്പെട്ട് പാരീസ് അവിടെ വെച്ച് മരിക്കുന്നു. ഒരു കണക്കിന് അവൻ ആഗ്രഹിച്ച കാര്യം അവൻ ചെയ്തു. അതായത് അവൻ്റെ അമ്മയെ രക്ഷിക്കാനാണ് അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ആൻഡ് അവനത് ചെയ്യുകയും ചെയ്തു. അവൻ അവളെ രക്ഷിച്ച് 1952-ൽ സേഫായി എത്തിച്ചു. സോ പാരീസിൻ്റെ ഒരു ട്രാജിക് എൻഡായിരുന്നു. സോ ഇതുകൊണ്ടാണ് പാരീസ് ഒരിക്കലും തിരിച്ചു വരാഞ്ഞത്. ഈ സമയം നമ്മുടെ എലി തിരിച്ച് ആ കയർ ഉപയോഗിച്ച് പോർട്ടൽ വഴി തിരിച്ച് അവളുടെ സ്വന്തം ടൈം ലൈനായ 2022-ൽ എത്തുന്നു. ആൻഡ് അവിടെ വെച്ച് ആ ഒരു നെക്ലേസ് താഴെ വീഴുന്നതും കാണാൻ പറ്റും. ആൻഡ് പെട്ടെന്ന് ഡാം പൊട്ടിയതിന് വാട്ടർ ലെവൽ കൂടി ആ പോർട്ടൽ ക്ലോസ് ആകുന്നു. ആൻഡ് ഈ ഒരു ടൈമിൽ ഡാനിയൽ എലിയുടെ അടുത്തെത്തിയിട്ട് അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ എലി പറയുവാണ്, ഡാനിയൽ ഈ ഒരു സ്ഥലം പ്രകൃതി സൃഷ്ടിച്ചതാണെന്നൊക്കെ. അത് മാത്രമല്ല നമ്മൾ ഫാമിലി ആണെന്നും അവൾ പറയുന്നു. ആൻഡ് സിനിമയുടെ തുടക്കത്തിൽ എലി ഡാനിയലിനെ തൻ്റെ ഫാമിലി അല്ല എന്നായിരുന്നു വിചാരിച്ചത്. ഇപ്പോഴാണ് അവൾക്കെല്ലാം മനസ്സിലായത്. അതായത് എല്ലിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് ഡാനിയൽ. ഡാനിയലിന് ഇതൊന്നും അറിയത്തില്ലെങ്കിലും എലി തന്നെ ഫാമിലിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അയാൾ സന്തോഷിക്കുന്നു. പിന്നീട് വീട്ടിലെത്തിയ എലി കാണുന്നത് പാരീസിൻ്റെ മരണവാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സെലസ്റ്റിയെയാണ്. തുടർന്ന് അവൾ നടന്ന കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് നേരത്തെ അവളെടുത്ത ആനയുടെ ഫോട്ടോയും കാണിക്കുന്നു. അവർ രണ്ടുപേരും, അതായത് ആനയും പാരീസും നമ്മളെ ഉപേക്ഷിച്ചതല്ല, അവർ സ്റ്റക്കായി പോയതാണെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട സെലസ്റ്റി എലിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ആൻഡ് ഈ ഒരു പോയിന്റിലാണ് സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾക്കിത് കേട്ടപ്പോൾ കൊച്ചു കൊച്ചു സംശയങ്ങൾ അവിടെ ഇവിടെയൊക്കെ തോന്നിക്കാണും. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതായത് ഫസ്റ്റ് ഇതിൻ്റെ ബേസിക് പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ 2022 ഡാനിയൽ ബെനറ്റിൻ്റെ മകളായ ആന ബെനറ്റ് ഒരു ടൈം ട്രാവൽ പോർട്ടലിൽ കയറി 1952-ൽ എത്തുന്നു. ആൻഡ് പിന്നീടുള്ള കാലം അവൾ അവിടെ ജീവിക്കുന്നു. തുടർന്ന് ബെഞ്ചമിൻ ലാങ് എന്ന ആളെ കല്യാണം കഴിക്കുകയും ആന ലാങ് എന്ന പേര് അവൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അവർക്ക് രണ്ടുപേർക്കും പാരീസ് ലാങ് എന്ന ആൺകുട്ടി ജനിക്കുന്നു. പിന്നീട് 1999-ൽ സീഷർ വന്ന് ആന ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു. ഇത് കാരണം പാരീസ് ട്രോമയിലാകുന്നു. പാരീസിനും അവൻ്റെ ഗേൾഫ്രണ്ട് സെലിസ്റ്റയ്ക്കും എലി എന്ന കുട്ടി ഉണ്ടാകുന്നു. പാരീസ് 2003 തൻ്റെ അമ്മയെ തേടി പോർട്ടലിൽ കൂടി പോകുന്നു. ആൻഡ് കുറച്ചു കഴിഞ്ഞ്, അതായത് 2022 ആയപ്പോൾ സെലസ്റ്റി മറ്റൊരു കല്യാണം കഴിക്കുന്നു. മറ്റാരെയുമല്ല, ഡാനിയൽ ബെനറ്റിനെ.
ആൻഡ് അപ്പോഴാണ് 2003 നിന്നും 2022 പാരീസ് വെള്ളത്തിൽപ്പെട്ട് മരിക്കുന്നതും. ഇതെല്ലാം ടൈം ട്രാവൽ ചെയ്ത് എല്ലി അറിഞ്ഞ് അവൾ തിരിച്ചെത്തുന്നു. ഇതാണ് കാഡോ ലേക്കിൻ്റെ ബേസിക് പ്ലോട്ട്. അതായത് ഏകദേശം ഡാർക്ക് പോലൊരു സീരീസാക്കി ഇറക്കേണ്ട ഐറ്റത്തെയാണ് അവരൊരു സിംഗിൾ ഫിലിമായിട്ട് ഇറക്കിയത്. ഇതിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. എന്നാലും ആ ഒരു നെക്ലേസിൻ്റെ ലൂപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ആനയുടെ നെക്ലേസ് ആയിരുന്നു അത്. അവൾ മരിച്ചതിന് ശേഷം അത് പാരീസിന് കിട്ടുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലേക്കിൽ വെച്ച് അതേ നെക്ലേസ് പാരീസിന് കിട്ടുന്നു. അതവൻ സെലസ്റ്റിക്ക് കൊടുക്കുന്നു. അതിലൊന്ന് എലി വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ആൻഡ് കാഡോ ലേക്കിൽ വെച്ച് അവളത് കളയുന്നു. ആൻഡ് ഒരെണ്ണം സെലസ്റ്റിയുടെ റൂമിൽ നിന്നും ആന എടുക്കുന്നു. എലി കളഞ്ഞ നെക്ലേസാണ് പിന്നീട് പാരീസിന് കിട്ടുന്നത്. ആൻഡ് സെലസ്റ്റിയുടെ കയ്യിൽ നിന്നെടുക്കുന്ന നെക്ലേസാണ് ആനയുടേതാവുന്നത്. സോ സെയിം നെക്ലേസ് ആണ്, ബട്ട് ഇത് കാരണം അത് രണ്ടെണ്ണമായിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇതൊരു ലൂപ്പാണ്, തുടക്കവും ഇല്ല അവസാനവും ഇല്ല. എനിവേ, ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ട പടങ്ങളെ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന പടമായിരുന്നു കാഡോ ലേക്ക്. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.